നമസ്കാരം കുമാർജി. ഇപ്പോൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനം സുരക്ഷാ ഭീഷണികൾ ഉണ്ടാവാറുണ്ട്. ഈ വർഷം എന്തൊക്കെയാണ് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഭീഷണികൾ പാകിസ്ഥാനിൽ നിന്നോ ഭീകരവാദികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യത്തെ റിപ്പബ്ലിക് ദിനമാണ് അല്ലേ? ഉം. ആ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തീർച്ചയായും എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ഇൻ്റലിജൻസ് ഏജൻസികളുടെ ജാഗ്രതാ നിർദ്ദേശം കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ വർഷവും രാജ്യം ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണ്. അതിപ്പോൾ സ്വാതന്ത്ര്യദിനം ആയാലും റിപ്പബ്ലിക് ദിനമായാലും എല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ ഈ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള VVIPകളുടെ ഒരു വൻ നിരയാണ് ഒത്തുകൂടുന്നത്. അതൊരു പക്ഷേ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷാ കോണിൽ നിന്ന് നോക്കിയാൽ അതൊരു വലിയ റിസ്ക്കാണ് അവിടെ. കാരണം ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് രാജ്യത്തുള്ള ഒരു പരിധിവരെയുള്ള എല്ലാ VVIPകളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു സെക്യൂരിറ്റി ത്രെഡ് ഉണ്ടാകാനുള്ള കാരണം. സംസ്ഥാനങ്ങളിലും വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഗവർണർമാരും മുഖ്യമന്ത്രിമാരും എല്ലാം ഒരുമിച്ച് വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും രാജ്യം. അത് ഇത്തവണയുമുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായിട്ടുള്ള ഒരു റിപ്പബ്ലിക് ദിനമാണ്. ആ ഒരു റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ദില്ലിയിൽ ചെങ്കോട്ടയിലടക്കം ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഒരു വലിയ ആക്രമണമാണ്, 6 നഗരങ്ങളിൽ വലിയ ആക്രമണമാണ് ഈ വൈറ്റ് കോളർ ഭീകര സംഘം പദ്ധതി ഇട്ടിരുന്നത്. പക്ഷെ അത് പൊളിക്കുവാൻ സാധിച്ചു. പക്ഷേ എങ്കിലും അവിടെ ഒരു അപകടം നടന്നു. ആ അപകടത്തിൽ കുറച്ചധികം ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ഈ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ ഇൻ്റലിജൻസ് ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ ഒരു വ്യത്യസ്തമായ സുരക്ഷാ ഭീഷണി ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. 2 ഭാഗത്തു നിന്നാണ് സുരക്ഷാ ഭീഷണി ഉള്ളത് എന്നാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. അതിലൊന്ന് ഖലിസ്ഥാൻ ഭീകരവാദികളിൽ നിന്നാണ്. രണ്ടാമത്തേത് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചിട്ടുള്ള ചില ഭീകര സംഘടനകൾ. ഇവർ രണ്ടുപേരുമാണ് ഇവിടെ ഈ ആക്രമണ പദ്ധതി ഇടുന്നത് എന്നാണ് ഇൻ്റലിജൻസ് വിവരങ്ങൾ നൽകുന്ന സൂചന. ഖലിസ്ഥാൻ തീവ്രവാദം നമുക്കറിയാം, നമ്മൾ തീർത്ത് കെട്ടിയ ഒരു വിഷയമാണിത്. പക്ഷെ അതിപ്പോൾ തലപൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഓരോ പ്രാവശ്യവും നമുക്കറിയാം ഗുർപത്വന്ത് സിംഗ് പന്നൂനൊക്കെ കാനഡയിൽ ഇരുന്നു കൊണ്ട് എന്തുമാത്രം വെല്ലുവിളികളാണ് നടത്തുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കും, എയർ ഇന്ത്യയുടെ വിമാനം റാഞ്ചി കൊണ്ടുപോയി ആക്രമിക്കും, ദീപാവലി ആഘോഷിച്ചാൽ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വേൾഡ് കപ്പ്, ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പ് ഒരു ഡിസാസ്റ്റർ കപ്പാക്കി മാറ്റും എന്നൊക്കെ ഒരു വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. കാരണം പഞ്ചാബിൽ ഈ പറയുന്ന തീവ്രവാദത്തിന് വലിയ സ്കോപ്പില്ല. ആ തീവ്രവാദം അസ്തമിച്ചു കഴിഞ്ഞ് ഇവർ പറയുന്നതൊന്നും കേൾക്കാൻ അവിടെ ആളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിലവിൽ പഞ്ചാബ് ഒരു ഗാങ്സ്റ്റർമാരുടെ ഒരു വലിയ നിരയുണ്ട്. അവിടെ മാഫിയ സംഘമുണ്ട്. മുമ്പ് മുംബൈയും ഒക്കെ കേന്ദ്രീകരിച്ച് ചില മാഫിയ സംഘങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ അതിന് സമാനമായി ചില മാഫിയ സംഘങ്ങൾ പഞ്ചാബിൽ ഇപ്പോൾ ആക്റ്റീവാണ്. ഈ മാഫിയ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്ന ഒരു തന്ത്രമാണ് ഇത്തവണ ഖാലിസ്ഥാൻ ഭീകരവാദികൾ പയറ്റുന്നത്. ഖാലിസ്ഥാൻ ഭീകരവാദികളെല്ലാം കാനഡ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ സേഫായി ഇരുന്നിട്ട് അവരാണ് ആ ഹാൻഡിലർമാർ, ഇവർക്ക് നിർദ്ദേശം നൽകുന്നു, ഇവർ ആക്രമണ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പഞ്ചാബ് ഗാങ്സ്റ്റർമാർ ഈ ഹരിയാന, രാജസ്ഥാൻ, ദില്ലി എന്നിവിടങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഗാങ്സ്റ്റർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഖാലിസ്ഥാൻ ഭീകരവാദികൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടത്താനുള്ള സാധ്യത എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. മറുഭാഗത്ത് ബംഗ്ലാദേശി ഭീകരന്മാരാണ്. അത് ഇതുവരെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ഭീകര സംഘടന ഇന്ത്യക്ക് അത്ര വലിയ ഭീഷണിയൊന്നും സൃഷ്ടിച്ചിരുന്നില്ല. ഷെയ്ഖ് ഹസീന സർക്കാരൊക്കെ വന്നപ്പോൾ ഈ പറയുന്ന ഭീകരന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറുന്നു. ബംഗ്ലാദേശ് പാകിസ്ഥാനെ പോലെ തന്നെ ഒരു ശത്രു രാജ്യമായി ഇന്ത്യക്ക് മാറിയിരിക്കുകയാണ്. ഈ പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകളുടെ ഒരു യൂണിറ്റ് ഈ ബംഗ്ലാദേശികളിലൊക്കെ പ്രവർത്തിക്കുന്ന ഇവരെ കുറച്ചും കൂടെ ഒരു ഭീകരവാദത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെയുള്ള സാധ്യതകൾ തീർച്ചയായും അത് തന്നെയാണ്. കാരണം ബംഗ്ലാദേശി ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുമ്പോഴും പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ഇന്ത്യ എന്താണ് പറഞ്ഞത്? സമാനമായ ആക്രമണം, പഹൽഗാമിന് സമാനമായ ആക്രമണം ഇനി ഇന്ത്യയിൽ ഉണ്ടായാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നാണ്. അതുകൊണ്ട് പാകിസ്ഥാന് തൽക്കാലം നേരിട്ട് ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടത്തുക അസാധ്യമാണ് ഈ സാഹചര്യത്തിൽ. അത് അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ അവർക്കതിൻ്റെ അനന്തര ഫലം കിട്ടും. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് നടത്തുന്നില്ല. പകരം
ഇത്തരത്തിൽ ബംഗ്ലാദേശി ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക. കഴിഞ്ഞ 6-7 മാസം മുമ്പ് തന്നെ ഇന്ത്യൻ ഇൻ്റലിജൻസ് വിഭാഗത്തിന് കൃത്യമായ വിവരം ലഭിച്ചതാണ്. ലഷ്കർ ഇ ത്വയ്ബയുടെ ഭീകരന്മാർ ബംഗ്ലാദേശ് സന്ദർശിക്കുന്നു, ബംഗ്ലാദേശിൽ അവരെ സ്വീകരിക്കാൻ ആളുണ്ട്, ഇവരെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സന്ദർശനം നടത്തുന്നു, അവരവിടെ കൂടിയാലോചനകളും മീറ്റിങ്ങുകളും ഒക്കെ നടത്തുന്നു, അവിടുത്തെ മോസ്കുകളും അതുപോലെ തന്നെ അവിടുത്തെ മദ്രസകളുമൊക്കെ കേന്ദ്രീകരിച്ച് മീറ്റിങ്ങുകൾ നടത്തുന്നു, അവിടെ ഭീകര പരിശീലനം നടത്തുന്നു. ഇത് കൃത്യമായ ഭീകര പ്രവർത്തനമാണ് എന്ന് ഇന്ത്യ അന്ന് തന്നെ വിലയിരുത്തിയിരുന്നതാണ്. മാത്രമല്ല പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ ബംഗ്ലാദേശ് സന്ദർശിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പാകിസ്ഥാനും സന്ദർശിച്ചിട്ടുണ്ട്. 1971 ശേഷം ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കണം. ഇത് രണ്ട് രാജ്യങ്ങളുടെയും മിലിറ്ററികൾ തമ്മിലുള്ള ഒരു സ്വാഭാവിക സഹകരണമല്ല, ഇത് ഇന്ത്യക്കെതിരെ പ്രോക്സി വാർ നടത്താനുള്ള കൂടിയാലോചനകളാണ് എന്ന കൃത്യമായ വിവരം ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം വരുന്നത്. ബംഗ്ലാദേശിലെ ഇത്തരത്തിലുള്ള ടെറർ ഔട്ട്ഫിറ്റുകൾ ആക്റ്റീവായി കഴിഞ്ഞു, പിന്നിൽ പാകിസ്ഥാനാണ്. അവരും ഇത്തരത്തിൽ ഈ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഈ രണ്ട് തരത്തിലുള്ള ഭീകരവാദ ഭീഷണികളാണ് ഇപ്പോൾ ഇന്ത്യ നേരിടുന്നത്, റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നേരിടുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ നിരവധി മോക്ക് ഡ്രില്ലുകൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ മോക്ക് ഡ്രില്ലുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഭീകരാക്രമണം ഉണ്ടായാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടുക, പൗരന്മാരുടെ ജീവൻ എങ്ങനെയാകും അതിൽ രക്ഷിക്കുക, എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഓരോ സുരക്ഷാ സേനകളും നടത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ, തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ, ഇവിടങ്ങളിലെല്ലാം കഴിഞ്ഞ 2-3 ദിവസമായി മോക്ക് ഡ്രില്ലുകൾ നടന്നു വരികയാണ്. ഇത് തീർച്ചയായും ഒരു അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ അസാധാരണമായ ഒരു സുരക്ഷാ സാഹചര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിരന്തരം മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നു. ദില്ലിയിൽ മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന തലസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ മറ്റ് നഗരങ്ങളെയും ലക്ഷ്യം വച്ചേക്കാം. ഈ ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ, ഇപ്പോൾ ദില്ലിയിലുണ്ടായതുപോലെയുള്ള ആക്രമണം, ദില്ലിയിൽ ആക്രമണം നടത്താനായി 3000-ഓളം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഇവർ നിർമ്മിച്ചതാകട്ടെ രാസവളത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ടോ? അവർ ഈ കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കടക്കം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് പുതിയ സുരക്ഷാ ഭീഷണിയുണ്ട്. അതിലൊന്ന് ഖാലിസ്ഥാൻ ഭീകരവാദമാണ്. നമുക്കറിയാം NIA കഴിഞ്ഞ ഏതാണ്ട് 1.5 കൊല്ലമായി പഞ്ചാബിലും അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും, മുംബൈ, മഹാരാഷ്ട്ര അതുപോലെയുള്ള പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങൾക്ക് നേരെ റെയ്ഡ് നടത്തുക, അവരിൽ ചിലരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇത് ഇവരുടെ വിദേശ ബന്ധവുമായി ബന്ധപ്പെട്ടാണ്. അതായത് രാജ്യത്ത് ഏത് നിമിഷവും ആക്രമണം നടത്തുന്ന രീതിയിൽ ഈ മാഫിയ സംഘങ്ങളെ സജ്ജമാക്കാനായി ഖാലിസ്ഥാൻ ഭീകരവാദികൾ വിദേശത്ത് നിന്ന് ശ്രമിക്കുന്നുണ്ട്. കാനഡയുമായിട്ടുള്ള ബന്ധം വഷളാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. ഇവർ ഹാൻഡിലർമാരായി അവിടെ തുടർന്നുകൊണ്ട് ഇവിടെയുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം. അങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നേരിട്ട് മറ്റ് വിദേശ, ഇപ്പോൾ കാനഡയെയോ പാകിസ്ഥാനെയോ ബ്ലെയിം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഖാലിസ്ഥാൻ ഭീകരവാദികളും ബംഗ്ലാദേശിലെ ഭീകര സംഘടനകളെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാനും ശ്രമിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇന്ത്യ ഇത്തരം ആക്രമണങ്ങൾക്കെല്ലാം പ്രതിവിധി കണ്ടെത്തി കഴിഞ്ഞു, സജ്ജമാണ്. സെക്യൂരിറ്റി മെഷേഴ്സുകളെല്ലാം വളരെയധികം സജ്ജമാണ്. പാകിസ്ഥാനിൽ നിന്ന് വന്നാലും ബംഗ്ലാദേശിൽ നിന്ന് വന്നാലും ഇനി ഖാലിസ്ഥാനിൽ നിന്ന് വന്നാലും ഒക്കെ ഇന്ത്യ വളരെയധികം സജ്ജമായിരിക്കുകയാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സ്ഥലം, ഇപ്പം ബംഗ്ലാദേശിൽ നിന്നും ഖാലിസ്ഥാനിൽ നിന്നൊക്കെയുള്ള ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ഒരു ആക്രമണത്തെക്കുറിച്ച് സംസാരിച്ചു. പാകിസ്ഥാനിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഭീകരവാദവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തന്നെ ഒരു സൈനിക ഓപ്പറേഷൻ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്നുണ്ട്. ഇന്നൊരു സൈനികൻ അതിൽ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. 8ഓളം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ കശ്മീർ കേന്ദ്രീകരിച്ച് അവിടുത്തെ ഈ ഇമാമുമാരുടെയും പള്ളികളുടെയും ഒക്കെ അവരുടെ പശ്ചാത്തലത്തിനെ കുറിച്ചുള്ള ഒരു വ്യാപകമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അതും നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണോ? തീർച്ചയായിട്ടും. കാരണം കശ്മീരിൽ ഇത്തരത്തിലുള്ള ഹൈഡ് ഔട്ടുകളിലേക്ക് ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ആ പരിശോധനയിലാണ് ഭീകര സാന്നിധ്യം കാണുന്നത്. ആ ഭീകര സാന്നിധ്യം
നമ്മുടെ സുരക്ഷാ സേന ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗൺ ഫൈറ്റ് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ആ ഗൺ ഫൈറ്റാണ് ഇപ്പോൾ കശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. കശ്മീരിൽ ഭീകരന്മാരെ ചില മേഖലകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും ഇതുവരെയും എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചിലയിടങ്ങളിൽ ഇവർ ഒളിഞ്ഞു താമസിക്കുന്നുണ്ട്. ഇവർ ഒരു നല്ല സമയത്തിനായി അവർ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ റിപ്പബ്ലിക് ദിനം പോലെയുള്ള സമയത്ത് സുരക്ഷാ സേന പ്രത്യേക സെർച്ചുകളും പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ടാവും. അങ്ങനെ അവർ ഈ ഭീകരന്മാരുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരികയും അവരവിടെ ഒരു ഓപ്പറേഷൻ ഒരു സംഘർഷം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കാം. ഇല്ല എങ്കിൽ ഈ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണം നടത്താനുള്ള ഒരുക്കത്തിനിടയിൽ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ നമ്മുടെ സെക്യൂരിറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ സർവൈലൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സുരക്ഷയിലേക്ക് നമ്മൾ മാറി. പണ്ടൊക്കെ ആക്രമണം നടക്കുമ്പോൾ പ്രത്യാക്രമിക്കുക എന്നൊരു നിലപാട് മാത്രമായിരുന്നു. വലിയ രീതിയിൽ സർവൈലൻസിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇപ്പോൾ അതല്ല, സർവൈലൻസ് ആണ്. ഈ ഭീകരവാദികൾ എന്തിനെങ്കിലുമല്ല ഒരു പുറപ്പാട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഏജൻസികൾ അവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതായി കാണാം. അത്തരത്തിലുള്ള ഒരു ഇൻ്റർസെപ്ഷൻ ആണോ നടന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു വലിയ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ വിശദമായ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുമായിരിക്കാം. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാഷ്വാലിറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ടെറർ സാന്നിധ്യം തന്നെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഗൺ ഫൈറ്റ്, അതൊരു നല്ല രീതിയിലൊരു ഗൺ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഒരു വലിയ ഓപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. എന്തായാലും എല്ലാ ഭീഷണികളും നേരിടാൻ ഇന്ത്യ സജ്ജമാണ്. നമസ്കാരം.